ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ സരിയു പറയുന്നുണ്ട്, എന്റെ മോളെ അവൻ എത്ര പ്രാവശ്യം എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നത്, ടെക്സ്റ്റൈൽസ് വന്നിട്ട് എടുക്കാൻ വേണ്ടി നോക്കി, അതിനുശേഷം അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ വീട്ടിൽ കയറി നിന്നിട്ട് എന്റെ മോളെ എടുത്തിരിക്കണത്, അവൻ എന്തിനാ എന്റെ മോൾ ഇങ്ങനെ എടുക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സരിയുവിനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് അറിയാതിരിക്കുകയാണ് നമ്മുടെ കല്യാണി കേട്ടോ. കിരണാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ടെങ്കിലും മനോഹറിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. കാരണം മനോഹറിന്റെ ഫോണില്ല, ഒന്നുമില്ല. മനോഹറിനെ രാവിലെ കണ്ടെങ്കിൽ പോലും മനോഹറിന്റെ സ്കൂട്ടിയുടെ നമ്പർ പോലും കിരൺ ഓർക്കുന്നേ ഇല്ല. അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പരാതി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ മനോഹർ ആണെന്ന് ഇങ്ങനെ പറയുന്നില്ല, കുഞ്ഞിനെ കാണാനില്ല എന്നാണ് കിരൺ പരാതി കൊടുക്കുന്നത്. ഇനി മനോഹർ ആണെന്ന് പറഞ്ഞിട്ട് മനോഹർക്കെതിരെ ഇനി കംപ്ലൈന്റും കേസൊന്നും വരണ്ടെന്ന് വെച്ചിട്ടാണ് കിരൺ അങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ കിരൺ ഇങ്ങനെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. രാത്രിയായിട്ടും കുഞ്ഞിനെ കുറിച്ച് ഒരു അറിവും ഇല്ല കേട്ടോ. കല്യാണിനെ കിരൺ വിളിക്കുന്നുണ്ട്. കല്യാണി ചോദിക്കുന്നുണ്ട്, എന്തായി കിരണേട്ടാ, എന്തെങ്കിലും അറിവ് കിട്ടിയോ? സരുവിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, കുഞ്ഞില്ലാതെ അവൾക്ക് പറ്റില്ല, അവള് വല്ലാതെ മാനസികാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എന്തായിരിക്കും കേട്ടാ, മനോഹറിനെ കുറിച്ച് വല്ല അറിവ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇല്ല കല്യാണി, ഒരു അറിവും കിട്ടിയിട്ടില്ല, അവൻ തന്നെ കുഞ്ഞെടുത്തത്, ഒരു സംശയമില്ല. കാരണം ഇവിടെ ഉള്ള പ്രദേശത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസുകാർക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും തന്നെ ആരുമില്ല. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, മനോഹർ തന്നെയാണ് കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. എന്നാലും അവൻ എന്ത് പണിയാ കാണിച്ചത്? കുഞ്ഞിനെടുക്കണം, കൊഞ്ചിക്കണം, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തെങ്കിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തൂടെ? ഇതിപ്പോ രാത്രി ആയില്ലേ, കുഞ്ഞിത്തോ നേരിട്ട് കാണാതാകുമ്പോ സ്വന്തം അമ്മയല്ലേ, അവള് വിഷമിക്കില്ലേ? എന്ത് ചെയ്യാനാ കല്യാണി? ഞാൻ അന്വേഷിക്കുന്നുണ്ട്, പോലീസിലൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്, അറിയാവുന്നവർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ അവളെ എങ്ങനെയെങ്കിലൊക്കെ സമാധാനിപ്പിക്കുക. എനിക്കാണെങ്കിൽ അതല്ല കല്യാണി ടെൻഷൻ, നമ്മളിവിടെ മാറി നിൽക്കുമ്പോ വീട്ടിൽ ഇനി വേറെ വല്ല പ്രശ്നമാകോ എന്നൊരു പേടിയാണ്. കാരണം നമ്മളില്ലെന്ന് അറിയുമ്പോഴേക്കും ഗംഗപ്രസാദ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ എന്നൊരു ടെൻഷനാണ് ഇരിക്കുന്ന. കിരണും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കല്യാണി പറഞ്ഞു, എനിക്ക് അറിയില്ല കിരണട്ടെ, എന്തൊക്കെയാണ് നടക്കുന്നത്, എനിക്കൊന്നും അറിയില്ല, ആകെ ടെൻഷൻ ആവാണ്, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുന്നേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി ഫോം വെക്കാണ്. അപ്പൊ സരിയു ചോദിക്കണ്ടേ, എന്താ കിരൺ പറഞ്ഞേ ചോദിക്കുമ്പോ, അത് സരിയു കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, അപ്പൊ ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലേ, അത് എന്ത് പറയാനാണ്, ഇപ്പൊ അവൻ മനോഹർ വരുമ്പോഴൊന്നും നീ കുഞ്ഞിനെ കാണിക്കുന്നില്ലല്ലോ, അപ്പൊ അതുപോലെ തന്നെയായിരിക്കും അവൻ നീ ആഗ്രഹിക്കുന്ന സമയത്ത് കുഞ്ഞിനെ കാണാതാകുമ്പോ വിഷമം എന്താണെന്ന് നിന്നെ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ കുഞ്ഞും കൊണ്ട് മാറി നിൽക്കണത് എന്ന് പറയണം. എന്നാലും ഇത് ഇത്തിരി കൂടുതലല്ലേ കല്യാണി, നീയും കിരണും അവനൊരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇപ്പൊ മനസ്സിലായില്ലേ സപ്പോർട്ട് ചെയ്യണതൊക്കെ വെറുതെയാണെന്ന്. ഇത്രയൊക്കെ ആയിട്ട് നിങ്ങളെ പോലും വിളിച്ചവർക്ക് അവൻ കോണ്ടാക്ട് ചെയ്തോ? ഇല്ലല്ലോ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നു പേടിയാവുന്നു, ഇനി അവൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും ഓടിക്കളഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെയൊന്നും ചെയ്യില്ല, പരോളിൽ ഇറങ്ങിയ ആളല്ലേ മനോഹർ, അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല മനോഹറിന്. സരിയു വിഷമിക്കണ്ട, ഇന്നത്തെ ദിവസം തന്നെ കിരണേട്ടൻ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും എന്ന് കല്യാണി പറയണം. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ കല്യാണി മോളെ, കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കണം. അത് കേൾക്കുമ്പോ കല്യാണി പറഞ്ഞിട്ട്, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല ആന്റി എന്ന് പറയുമ്പോ സരിയു പറയണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് നിങ്ങളെ കാണുമ്പോ ദേഷ്യം വരുവാണ്, നിങ്ങളൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി പോകാവോ? മോളെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ഫുള്ളും ചെയ്തത് നിങ്ങളാണ്. കല്യാണിക്കറിയാവോ, കഴിഞ്ഞ ദിവസം ടെക്സ്റ്റൈൽസിൽ പോയപ്പോ അവനെന്റെ കുഞ്ഞിനെ എടുത്തിരുന്നല്ലോ, അതിനും കാരണക്കാരി ഇവര് തന്നെയാണ്. ഞാനിവരോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെടുത്തിട്ട് ഒക്കത്ത് വെക്ക്, കുഞ്ഞിനെ നിലത്ത് വെക്കേണ്ടെന്ന്. അപ്പൊ ഇവർക്ക് കുഞ്ഞിനെടുത്ത കൈ കഴക്കുന്ന, കാല് കഴക്കുന്നതൊക്കെ പറഞ്ഞിട്ടാ കുഞ്ഞിനെ ആ ഒരു സ്ഥലത്ത് വെച്ചത്. എന്നിട്ട് അവൻ കുഞ്ഞിനെ എടുത്തില്ലേ, അപ്പൊ അവന് ആവേശം കൂടി, കുഞ്ഞ് കരയുന്നില്ലല്ലോ, അതുകൊണ്ട് അവൻ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. എനിക്കറിയില്ല ഇനി എന്റെ കുഞ്ഞിനെ കിട്ടോ ഇല്ലയോ എന്ന്. എന്റെ കുഞ്ഞിനെങ്ങാനും കിട്ടിയില്ലെങ്കിൽ ദേ തള്ളെ കിളവി, ഞാൻ നിങ്ങളെയും കൊല്ലും, ഞാനും ചാവും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സരി അവിടുന്ന് ദേഷ്യത്തിൽ പോവാട്ടോ. ഷാരി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കല്യാണി പറഞ്ഞ, ആന്റി വിഷമിക്കേണ്ട, അവള് മനസ്സിലെ വിഷമം കൊണ്ട് പറയണതാണ്, അറിയാലോ അവൾക്ക് ഈ ലോകത്ത് ഇപ്പൊ കുഞ്ഞ് മാത്രമേ ഉള്ളൂ, അവളുടെ ലോകം എന്ന് പറയുന്നത് കുഞ്ഞാണ്, അപ്പൊ അതുകൊണ്ട് അവൾക്ക് ആ ഒരു വിഷമത്തിൽ പറയണ പോണതാണ്. മോളെ, എന്റെ ഭാഗത്തെ തെറ്റി, ഞാൻ ഓർത്തില്ല മോളെ മുൻപിലെ വാതിൽ തുറന്നിരുന്നോന്ന്. അപ്പൊ കല്യാണി പറഞ്ഞിട്ട്, ആന്റി ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ മനോഹറല്ല വേറെ ആരെങ്കിലും കുഞ്ഞിനെ എടുത്തോണ്ട് പോയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക അവസ്ഥ. ഞാൻ പിന്നെ സരിയു അടുത്തുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാത്തത്, നമ്മൾ പറയണമെന്നല്ലേ ഉള്ളൂ മനോഹർ അടുത്തെന്ന്. അഥവാ ഇത് മനോഹർ എല്ലാം എടുത്തെങ്കിലും അവസ്ഥ ആലോചിച്ച് നോക്ക്. കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ആന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാലും ഇപ്പൊ കിരണേട്ടൻ എല്ലാ CCTVയിലൊക്കെ പരിശോധിക്കുന്നുണ്ട് പോലീസുകാരെ വിട്ടിട്ട്, മനോഹർ ആവാൻ തന്നെയാണ് ചാൻസ് എന്നാ പറയണത്. എന്തായാലും നമുക്ക് നോക്കാം ആന്റി, അല്ലാതെ ഇനിയിപ്പോ എന്ത് പറയാനാണ് എന്നൊക്കെ കല്യാണി പറയാണ്. അതേസമയം കിരണാണെങ്കിൽ പോലീസിലും അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കാട്ടോ കുഞ്ഞിനെ അന്വേഷിച്ച്. എവിടെയും തന്നെ കുഞ്ഞിനെ കിട്ടുന്നില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. മനോഹർ കുഞ്ഞിനെ കൊണ്ട് എവിടെയോ നാട് കടന്നു പോയി. കുഞ്ഞിനെ, അതായത് മനോഹറിന്റെ കൈ കിട്ടിയപ്പോ മനോഹറിന്റെ സ്വഭാവം മാറി, കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോയി ജീവിക്കാനാണ് മനോഹറിന്റെ ഉദ്ദേശം കേട്ടോ. അതേസമയം പിന്നീട് കാണിക്കണം നമ്മുടെ ദിലീപിന്റെ വീടാട്ടോ.
ദിലീപിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിൽ വേഷം മാറി വന്നിരിക്കുക കേട്ടോ. അവിടെ വേറൊന്നുമല്ല, ദേഹണ്ണക്കാരന്റെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇലയും കാര്യങ്ങളൊക്കെ കഴുകി ഇങ്ങനെ വരുവാണ്. ഒരു അപ്പാപ്പന്റെ താടിയും മുടിയൊക്കെ വെച്ചിട്ടാണ് ഗംഗപ്രസാദ് വരുന്നത് കേട്ടോ. ആ സമയത്ത് ഗംഗപ്രസാദ് അകത്ത് കയറുമ്പോ ഇവര് സംസാരിക്കുന്ന ഒരു കാര്യം ഗംഗ കേൾക്കാണ്. അപ്പൊ ദിലീപിന്റെ അമ്മ പറയുന്നുണ്ട്, മോനെ ഈ വിവാഹത്തിനോട് സത്യം പറയല്ലോ എനിക്കിപ്പോ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് എന്ന് പറയുമ്പോ ദിലീപ് ചോദിക്കണ്ട, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണതല്ല, ഇത്രയും ഭീഷണിയുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണോ മോനെ എന്ന് ചോദിക്കുമ്പോ ഗംഗപ്രസാദിന് ചിരി വരാട്ടോ. ഓഹോ, അപ്പൊ ഇവർക്ക് ബുദ്ധിയുണ്ട്. അങ്ങനെ വഴിക്കുവാ, അങ്ങനെ വഴിക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ജീവനിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൊന്നാരമോ നാളെ ചത്തിരിക്കും എന്നൊക്കെ ഗംഗ മനസ്സിൽ വിചാരിക്കണം. ദിലീപ് പറയണ്ട്, അമ്മേ ഞാൻ കാർത്തികനെ ഒരുപാട് സ്നേഹിച്ചു പോയി, എനിക്കിനി ഭാര്യയായിട്ട് കാർത്തിക മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണത്, ആ ഗംഗ എന്ന് പറഞ്ഞവനെയാണോ അമ്മ ഇങ്ങനെ പേടിക്കണത്? അമ്മേ ഒന്നും സംഭവിക്കില്ല അമ്മേ എന്ന് പറയണ. നിനക്ക് എങ്ങനെയാ മോനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റാ? ദേ അവൻ എത്രമാത്രം ക്രൂരതകളാ ചെയ്തെന്ന് മോനൊന്ന് ആലോചിച്ച് നോക്ക്. കാട്ടിൽ പോയിട്ട് ആ മൂപ്പനെ കൊന്നു, കല്യാണിയുടെ അമ്മേനെ കൊന്നു, അതുപോലെ തന്നെ ആ കാർത്തികയുടെ അച്ഛനുണ്ടല്ലോ ഗംഗപ്രസാദിന്റെ അച്ഛൻ, അയാളെയും ഇതുപോലെയൊക്കെ കൊന്നതാണെന്ന് ആർക്കറിയാം. അതുപോലെ എത്ര പേരെ അവനെ കൊന്നിട്ടുണ്ട്. ചന്ദ്രസേനനെ കൊല്ലാൻ നോക്കി, അയാളിപ്പോ ഹോസ്പിറ്റലിലല്ലേ. അതുപോലെ എത്ര എത്ര ദുരന്തങ്ങളാണ് ഉണ്ടായേക്കണത്. പ്രകാശിന്റെ കുത്ത് കിട്ടിയില്ലേ. അതുപോലെ എന്തിനു സംഭവിക്കുന്നു, എനിക്ക് പേടിയാണോ മോനെ, എനിക്കും നിന്റെ അച്ഛനും നീ മാത്രമേ ഉള്ളൂ നിനക്കറിയാലോ എന്ന് പറയുമ്പോ അമ്മ പേടിക്കണ്ട, എനിക്ക് എന്തായാലും ഒന്നും സംഭവിക്കില്ല. നാളെ എന്റെയും കാർത്തികയുടെ വിവാഹം കഴിയും, കാർത്തികനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ നാട് വിട്ട് അങ്ങോട്ട് പോകാം. കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നാൽ മതിയല്ലോ. കല്യാണം കഴിഞ്ഞവരെ ഒരു പേടിയല്ലേ മോനെ എന്ന് പറയണം. എന്തായാലും ഈ കല്യാണത്തിനോട് എനിക്കിപ്പോ ഒട്ടും താല്പര്യം തോന്നണില്ല എന്ന് അമ്മ പറയുമ്പോ ദിലീപ് പറയണ്ട, അമ്മ ഇങ്ങനൊന്നും പറയല്ലേ, അമ്മ ഇങ്ങനെയൊക്കെ അങ്ങനെ പറയണ കേട്ട് കഴിഞ്ഞാൽ ഇത് മതി കാർത്തികക്കും കാർത്തികയുടെ വീട്ടുകാർക്കും, അവർ വേണമെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന് വെക്കും. അങ്ങനെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഞാൻ പിന്നീട് വേറൊരു വിവാഹം കഴിക്കില്ല, എനിക്ക് വേറെ ആരെയും വേണ്ട എന്നൊക്കെ ദിലീപ് ഒറ്റക്കാലിൽ നിൽക്കാട്ടോ. ഇതൊക്കെ കേട്ട് ഗംഗപ്രസാദ് ചിരിക്കാണ്. അവനെ ജീവിക്കാനുള്ള ഒരു അവസരമാണ് അവന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തത്. അവൻ എന്നിട്ടും ബോധം വരുന്നില്ലെങ്കിൽ അനുഭവിക്കട്ടെ, അവൻ ചാവേണ്ടവൻ തന്നെയാണ്. ചാവട്ടെ, അവൻ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഇവനൊക്കെ ചാവണ തന്നെയാണ് നല്ലത്. എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എടാ ദിലീപേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അവിടെ വരുവാണ്. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളെ പോലെ തന്നെ ഭക്ഷണം വിളമ്പുന്നു, അവിടെ നിൽക്കുന്നു, വീട് അലങ്കരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി റൂമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ കയറിയാണ് ഗംഗപ്രസാദ് ഒളിച്ചിരിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. കാരണം കല്യാണം എന്തായാലും നിർത്താൻ പറ്റില്ലെന്ന് ഗംഗക്ക് മനസ്സിലായി. കാരണം കല്യാണത്തിന് അത്രയും പേര് അവിടെ വരുന്നുണ്ട് ഹാളില്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പോയിട്ട് എന്തിനും ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ആകെ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞത് ദിലീപും അതുപോലെ തന്നെ കാർത്തികയും ഒറ്റയ്ക്ക് ഉണ്ടാവണത് ഇവിടെ മണിയറയിൽ മാത്രമാണല്ലോ. വേറെ എല്ലായിടത്തും ഇവരുടെ കൂടെ ആൾക്കാരുണ്ടാവും. മണിയറയിൽ വേറെ ആർക്കും വരാൻ പറ്റില്ല, ഇവർ രണ്ടുപേരും മാത്രല്ലേ. മണിയറ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ കാർത്തിക അല്ലെങ്കിൽ ദിലീപ്, രണ്ടിൽ ഒരാളെ തീർത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദ് ആ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കാണ് ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഗംഗപ്രസാദ് ദിലീപിനെ ശരിക്കും കണ്ടിട്ടില്ല, ദിലീപും ഗംഗപ്രസാദിനെ ശരിക്കും കണ്ടിട്ടില്ല. അപ്പൊ ഇവർ തമ്മിലുള്ള കാര്യം എന്താകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കല്യാണം കഴിയുമെന്ന് ഉറപ്പാട്ടോ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ വരാം. ടേക്ക് കെയർ, ബൈ ബൈ.